ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം എന്ന് പറയുന്ന ജില്ലയിൽ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊച്ചിയിൽ പള്ളിമുക്കിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സാധനം കിട്ടും, ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾ കിട്ടും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കണത്, പള്ളിമുക്കിൽ ഇലക്ട്രോണിക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് അവിടെ വന്ന് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒരുപാട് നാളായി നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ചാനലിൽ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഇന്നലെ എൻ്റെ വീട്ടിലെ ടി വി കത്തിപ്പോയി. ഒരു ചൈനീസ് ടി വി ആയിരുന്നു, 45-ൻ്റെ പണ്ടൊരു ഓഫർ വന്നപ്പോൾ ഞാൻ മേടിച്ച ടി വി ആയിരുന്നു. അപ്പോൾ വീട്ടിൽ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് വന്നത് പിന്നെ അഴിച്ച് പറിച്ചേക്കാം, അഴിച്ച് പറിച്ചൊന്നും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എങ്ങനെയാണ് നോക്കാം. അങ്ങനെ അവിടെ ചെന്ന് സ്ട്രിപ്പ് LED മേടിക്കാൻ പോയതാണ്. തിരിച്ചു വന്ന വഴിക്ക് ഇതേ ഒരു കപ്പലണ്ടി കടക്കാരൻ ഇങ്ങനെ തള്ളിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടി മേടിക്കാന്ന് വെച്ച് സർവീസ് കഴിഞ്ഞാൽ ആകെ ഷോകമായിട്ട് ഒരവസ്ഥയിലായിരുന്നു ഞാൻ അവിടെ എത്തിയത്. വീട്ടിലേക്ക് പോകാമെന്ന് കരുതിക്കൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞ് ആ കടയിൽ നിന്ന് ആൾ വിളിച്ചിട്ടുണ്ടെന്നാൽ പിന്നെ സ്ട്രിപ്പ് മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ബാഗും ഉണ്ട്, ബാഗിൻ്റെ ഉള്ളിൽ മോണിറ്ററും ഉണ്ട്. അതെല്ലാം ചുമന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ അവിടം വരെ പോയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലിപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ടി വി ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് ഏകദേശം 3 ദിവസം വേണ്ടി കേട്ടോ. നമ്മൾ സ്ട്രിപ്പ് LED മേടിച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായി ഇപ്പോൾ വീട്ടിലിരിക്കുന്നു. അമ്മ വളരെ ശോകമായിട്ട് ഭയങ്കര സങ്കടമൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു, എടാ ടി വി കാണാനായിട്ട് ഒരു രക്ഷയില്ല, മൊബൈൽ കണ്ട് മടുത്ത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് സങ്കടം. അപ്പം ഞാൻ കരുതി എന്നാൽ ടി വി എന്നാൽ റിപ്പയർ ചെയ്ത് കളഞ്ഞേക്കാം. കാരണം കാർമ പണിയാനായിട്ട് പോയതായിരുന്നു, കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മ ഈ ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും ആ ഒരു കാര്യത്തിന് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ടി വി ഓക്കെ റിപ്പയർ ചെയ്ത് കളയാം. അങ്ങനെ അതേ കുറച്ച് നാളത്തെ കട്ടിലിൻ്റെ അടിയിലെ വിശ്രമത്തിന് ശേഷം ഞാൻ ടി വി വലിച്ച് പുറത്തേക്ക് ഇട്ടേക്കാണ്. അപ്പോൾ ഇത്രയും നാളും തുറന്ന് വെച്ചതിൻ്റെ പേരിൽ അതിൻ്റെ അകത്ത് കുറേ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്ക്രീനെല്ലാം ഒന്ന് പൊക്കി വെച്ചിട്ട് ഏറ്റവും അടിയിലെ പാർട്ടായിട്ടുള്ള ഈ ഒരു ഷീറ്റ് എടുത്തേക്കണം. ആ ഷീറ്റ് പൊക്കി വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു LED വിരിക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു LED ഒരു LED 3 ആണ് അതിൻ്റെ വോൾട്ട് കാണിക്കുന്നത്. ടോട്ടൽ ഒരു 9 LED ഉണ്ട്. ടോട്ടൽ വോൾട്ടേജ് ഏതാണ്ട് 23 ആണ് കാണിക്കുന്നത്. LEDയുടെ വോൾട്ടേജ് 3 വോൾട്ടാണെന്ന് പറഞ്ഞു. കണക്ക് കൂട്ടുമ്പോൾ 27 വരും. അങ്ങനെ നമ്മൾ LED നല്ല അടിപൊളിയായിട്ട് അവിടെ വിരിച്ചു വേണ്ടിനി അതിൻ്റെ മേലെയുള്ള ഒരു ഷീറ്റ് വിരിച്ച് വേണ്ട സ്ക്രൂവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. എങ്ങനെയാണോ അഴിക്കുമ്പോൾ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത്രയും നാളും ഇരുന്നതിൻ്റെ പേരിൽ ഈ ഒരു കോട്ടൺ വേസ്റ്റ് കൊണ്ട് ഞാനത് അതിനകത്തുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യുന്നു. കോട്ടൺ വേസ്റ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ, വൃത്തിയുള്ള ഒരു എന്തെങ്കിലും തുണിയായാലും മതി. അത് നല്ല പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് കൊടുത്തതിന് ശേഷം കണക്ഷനും കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് സ്ക്രൂ എല്ലാം കൊടുത്തതിന് ശേഷം ബാക്കി പഴയ പോലെ തന്നെ സ്ക്രീൻ നല്ല അടിപൊളിയായിട്ട് വെക്കുക, പഴയ പോലെ തന്നെ ടി വി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ ഞാൻ വെച്ചിട്ടാണ് എന്നിട്ട് നേരെ ടി വി നേരെ ഓൺ ചെയ്യാനായിട്ട് പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ടി വി നല്ല അടിപൊളിയായിട്ട് ഓൺ ആയിട്ടുണ്ട്. സ്മാർട്ട് ടി വിന്ന് എഴുതി വരുന്നുണ്ട്, VWയുടെ ടി വി ആണ്. ഇനിയിപ്പോൾ ഫ്രണ്ടിലെ പാനലിങ് ആയിട്ടുള്ള ഇനിയിപ്പോൾ ഞാൻ കാരണം ഇത് എങ്ങാനും എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും അഴിച്ചെടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ പേരിൽ വർക്ക് ചെയ്യുമോ നോക്കിയിട്ട് ഫ്രണ്ട് പാനൽ